ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര അച്ചാറും ബീഫ് അച്ചാറുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. അപ്പോൾ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ ബീഫ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് അതിനെ പൊരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നതാണ്. അതിൻ്റെ മസാലകളും കാര്യങ്ങളും, എങ്ങനെയാണത് നമ്മൾ മസാല പുരട്ടിയത്, എങ്ങനെയാണത് അരിഞ്ഞെടുത്തത്, എങ്ങനെയാണത് നമ്മൾ മസാല എല്ലാം പുരട്ടി പിന്നെ വെച്ചിരുന്ന് അതിനെ പൊരിച്ചെടുത്തത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടെയും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാ ഹായ് കൂട്ടുകാരെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഒരു ചീനിച്ചട്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കത് ഗ്യാസ് കത്തിക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അപ്പം ഞാൻ ഈ ബീഫ് എങ്ങനെയാണ് പിന്നെ ഒരു പീസായിട്ട് ഞാൻ കുറച്ച് ഭാഗം പീസായിട്ടാണ് ഞാൻ വാങ്ങിയത്. അതിനെ വീട്ടിൽ കൊണ്ടുവന്നാണ് കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി ഇതാ ഈ വലിപ്പത്തിൽ, അതായത് കനവും കുറവാണ്, നീളവും കുറവാണ്, ഈ സൈസിലാണ് ഞാനിതെല്ലാം പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ എങ്ങനെയാണ് പുരട്ടി വയ്ക്കുന്നത്, എടുത്ത് അതിൻ്റെ വെള്ളം മാറ്റിയെടുക്കുക. എന്നാലും അത് വെള്ളം മാറത്തില്ല. അതിനുശേഷം നമ്മൾ ചോറ്റുകുട്ടയിലേക്ക് അതിനെ മാറ്റി വയ്ക്കുക. അത് ഹോളുള്ള ഒരു കുട്ടയോ എന്തായാലും അതിലേക്ക് നമ്മൾ മാറ്റി ആ വെള്ളം വീണ്ടും അതിൽ നിന്ന് വാർന്നു പോകും. വാർന്നു പോയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, ഇഞ്ചി പേസ്റ്റാക്കിയത്, വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഇതെല്ലാം കൂടെ ചേർത്ത് കായപ്പൊടി, ശകലം കായപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട്, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി അതിനെ ഇളക്കി ഞവടി പുരട്ടി റെഡിയാക്കി ഒരു അരമണിക്കൂറോളം ഞങ്ങളതിനെ മാറ്റി വയ്ക്കുക. മാറ്റി വച്ചതിന് ശേഷം പിന്നെ അതിനെ ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ പുരട്ടി വെച്ചിരുന്ന മസാലകളെല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, ഇത് നമ്മുടെ കടുക് ഉലുവയും നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. പടപടപടാ പൊട്ടും. അപ്പോൾ ഇതിലേക്ക് ബീഫിലേക്ക് ചേർത്തിരിക്കുന്ന മസാലക്കൂട്ടുകൾ നമ്മൾ പുരട്ടി വച്ചിരിക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകല ഉലുവാപ്പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്ത് ഞങ്ങൾ നന്നായിട്ട് ഞാനിത് പുരട്ടി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊരിച്ചെടുക്കുമ്പോൾ 1.5 കിലോ ബീഫ് വാങ്ങിയാൽ 1 കിലോ നമുക്ക് കിട്ടത്തില്ല. 1 കിലോ ബീഫായിട്ട് നമുക്ക് കിട്ടത്തില്ല, പൊരിച്ചതായിട്ട് കിട്ടത്തില്ല. പക്ഷെ അത് അച്ചാറായി വരുമ്പോഴേ നമുക്കത് 1 കിലോ കിട്ടത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒരു 780 ഗ്രാം വരുമായിരിക്കും. ബാക്കി അത്രയും വെള്ളമായിട്ട് അതങ്ങ് മാറിപ്പോവും. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് കൊടുക്കാം. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ്. അത് നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നീളത്തിനായിട്ട് അരിഞ്ഞതാണ്.
ഇനി അതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വാടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇത് വാടി സെറ്റായിട്ട് വരണം. ഇനി ഞാനതിലേക്ക് പേസ്റ്റാക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടയാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് മതി. മുളക് പൊടി, ബീഫ് അച്ചാറും ചൂര അച്ചാറും എനിക്ക് ഓർഡർ കിട്ടി. 2-3 കിലോ ചൂര അച്ചാറും 1 കിലോ ബീഫ് അച്ചാറും ഗൾഫിലേക്ക് കൊടുത്തുവിടാനായിട്ടാണ്. നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മതി. മറ്റേതിൽ ശരിക്കും ചേർത്തിട്ടുണ്ട്. മസാല ഇതാക്കി വെച്ചിട്ടുള്ളതിൽ ശരിക്കും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉലുവ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഇനി ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉലുവപ്പൊടി അതിലിട്ട് പുരട്ടി വെച്ചായിരുന്നു. പിന്നെ മൂപ്പിച്ചും ചേർത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഞാനിനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ്. ആവശ്യത്തിന്, ഒരുപാട് വേണ്ട, മതിയാകും. ഞാൻ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ബീഫ് പൊരിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് അച്ചാറെല്ലാം അടിപൊളിയാണ്, സെറ്റാണ്. ഓർഡറുകളെല്ലാം ഇങ്ങനെ വരുമ്പോൾ ഗൾഫിലേക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട്. കൂട്ടുകാരെ, എൻ്റെ ബീഫ് അച്ചാറ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് പറയുന്നതിന് മുൻപ് ഞാനൊന്നുകൂടെ പറയട്ടെ. കഴുകി റെഡിയായിട്ട് വെച്ചിരിക്കുന്ന ബീഫ് ഒരു കാരണവശാലും കുക്കറിലിട്ട് വേവിക്കരുത്. നമ്മൾ പിന്നെ ആ ബീഫിനകത്തേക്ക് മസാലകൾ പുരട്ടുമ്പം മസാലകൾ അതിൽ പുരളത്തില്ല. അതൊന്ന് രണ്ടാമത് ടേസ്റ്റ് കുറയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബീഫ് കഴുകി റെഡിയാക്കി വെള്ളം നന്നായി തോർന്നതിന് ശേഷം തിളച്ച എണ്ണയ്ക്ക് അകത്തോട്ട് തന്നെ ഈ മസാലകളെല്ലാം പുരട്ടി വാരി കുറേശ്ശെ നമ്മളിട്ട് അതിനെ മൂപ്പിച്ച് തന്നെ എടുക്കണം. ചെറിയ തീയിലും ഫുൾ തീയിലുമായിട്ട് മറിയും തിരിയും ഇട്ട് വേണം ഈ ബീഫ് പൊരിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്ക് ആ എണ്ണയിൽ വെള്ളം, ഇതിൻ്റെ ബാലൻസ് ആ ബീഫിൽ നിൽക്കുന്ന വെള്ളമെല്ലാം കൂടെ അത് വാർന്ന് ആ എണ്ണയിലേക്ക് ആകും. ആ എണ്ണയിൽ നിന്നും ആ വെള്ളം ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് വെള്ളം അങ്ങ് ഇല്ലാതെയാകും. മൂത്ത് വരുന്ന പരുവം നമുക്ക് നന്നായിട്ട് അത് എടുത്ത് നോക്കുമ്പോഴറിയാം. അങ്ങ് കട്ടിക്കങ്ങ് മൂപ്പിക്കരുത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ബീഫായാലും ചൂര ആയാലും കട്ടിക്ക് അങ്ങ് കരിമുര അങ്ങ് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും.
അപ്പോഴതുപോലെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എൻ്റെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇത് ഇന്നലെ പോലെ തുടങ്ങിയ പണിയാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ആ ചപ്പാത്തിയുടെ കൂടെ ബീഫ് അച്ചാർ ഞാൻ കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും വരിക, എല്ലാവരും വായോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ബീഫ് ഇങ്ങനെ നീളത്തിൽ ഇട്ടതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. വേവ് പെട്ടെന്ന് ഇതിലേക്ക് നമുക്ക് വെന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അങ്ങനെ ആ നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കിരികിരാ ഒന്ന് ചവയ്ക്കാൻ കൂടിയാണ്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വാ, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ മസാലകൾ എല്ലാം കൂടെ എടുത്ത് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ സൂപ്പർ എന്നാ സൂപ്പർ. വാവ്, എണ്ണ എല്ലാവരും ഇത് പരീക്ഷിക്കുക. അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബായ്.